ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിന്റെ പുതിയ മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച് ഫേസ്ലെസ് അതുപോലെ തന്നെ വോയിസ് ഓവർ ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമോ ഇല്ലയോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫേസ്ലെസ് വോയിസ് ഓവർ ചാനലുകൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത്? അപ്പോൾ എങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക? അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ഒത്തിരി പേര് വോയിസ് ഓവർ മാത്രം നൽകി ഫേസ് കാണിക്കാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഫേസ്ലെസ് വോയിസ് ഓവർ ചാനലുകളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ പേര് ശ്രീനിത്യ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഫേസ് കാണിക്കാതെ വോയിസ് ഓവർ മാത്രം നൽകി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഏത് രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്താലാണ് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒഴിവാക്കേണ്ടതെന്നും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ചാനലിൽ ഒരു 10 മിനിറ്റുള്ള ലോങ് വീഡിയോ മറ്റെവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോ നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്ന് വിചാരിക്കുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ചിലപ്പോൾ സോങ്സ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്, ചിലപ്പോൾ മ്യൂസിക് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോയുടെ സൗണ്ട് ആയിരിക്കും നിങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കി 8 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങളുടെ 2 മിനിറ്റിൽ നിങ്ങളുടെ വോയിസ് ഓവർ നൽകുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ കാണും. മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റുള്ള വീഡിയോ നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നു. ആദ്യത്തെ 2 മിനിറ്റ് മാത്രം നിങ്ങളുടെ വോയിസ് ഓവർ നൽകി, പിന്നെ നിങ്ങളുടെ വോയിസ് ഓവറിന് നൽകിയില്ല എങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അങ്ങനെയുള്ള ചാനൽസിനെ കോപ്പി പേസ്റ്റ് ചാനൽസ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ചാനലിൽ 10 മിനിറ്റുള്ള ഒരു ഡൗൺലോഡഡ് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ത്രൂ ഔട്ട് നിങ്ങളുടെ വോയിസ് ഓവർ നൽകുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി അതല്ല, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾ വോയിസ് ഓവർ നൽകുന്നില്ല, ബാക്ക്ഗ്രൗണ്ടിലെ സോങ്ങോ മ്യൂസിക്കോ ഒക്കെ ആണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു 90% വരെ റീയൂസ്ഡ് കണ്ടന്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടായിരിക്കും, ചേച്ചി ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാത്തത് എന്നൊക്കെ. ജൂലൈ 15 ശേഷം ഒത്തിരി ഫേസ്ലെസ് വോയിസ് ഓവർ ചാനലുകൾക്ക് യൂട്യൂബ് അപ്പീൽ വീഡിയോ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്നായിരിക്കും. അതിനുശേഷം നല്ല രീതിയിൽ ഒരു അപ്പീൽ വീഡിയോ സബ്മിറ്റ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു 75% വരെ മോണിറ്റൈസേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രിയേറ്ററായി നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫേസും വോയിസ് ഓവറും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മറ്റൊരു പോളിസിയും പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 100% മോണിറ്റൈസേഷൻ ലഭിക്കും. ഇനി നിങ്ങൾ ഫേസ് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കണം. അതുപോലെ ആ വീഡിയോയുടെ ത്രൂ ഔട്ട് നിങ്ങളുടെ വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മോണിറ്റൈസേഷൻ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഫേസ്ലെസ് വോയിസ് ഓവർ ചാനലുകൾക്ക് 100% മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നും എങ്ങനെയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാത്തത് എന്നും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.